പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓരോ ഞായറാഴ്ചകളിലും നടക്കുന്ന അഭിഷേകാഗ്നി ശുശ്രൂഷയ്ക്ക് വേണ്ടി ലക്ഷോപലക്ഷം മക്കൾ ഓരോ ശനിയാഴ്ചയും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ വലിയ റിസൾട്ട് അഭിഷേകാഗ്നി എപ്പിസോഡ് കാണുന്ന, അഭിഷേകാഗ്നി വചന ശുശ്രൂഷ കാണുന്ന വ്യക്തികളിൽ, കുടുംബങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. ഒരു വ്യക്തി ഒരു അനുഭവം പറഞ്ഞു. അദ്ദേഹം പുക വലിച്ചുകൊണ്ടിരുന്ന് വചനം കേൾക്കുകയാണ്. ആ സമയത്ത് യേശു ഇടപെട്ടു. അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് തങ്കച്ചൻ. ഞാൻ വായാട്ടുപറമ്പ് ഫൊറോനപ്പള്ളി ഇടവകയിൽ നിന്ന് വരുന്ന ആളാണ്. ഏത് ഫൊറോനപ്പള്ളി? വായാട്ടുപറമ്പ്. വായാട്ടുപറമ്പ്. എൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ 30 വർഷമായിട്ട് പുകവലിക്ക് അടിമയായിരുന്നു. 30 വർഷമായിട്ട് ഒരു സിഗരറ്റ് മുതൽ 50 സിഗരറ്റ് വരെ വലിക്കുന്ന ഒരു ഇതിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. അതായത് ചെറുതായി തുടങ്ങി അല്ലേ, കടുകുമണി നടന്ന പോലെ ചെറുതായിട്ട് തുടങ്ങി ലാസ്റ്റൊക്കെ വന്നപ്പോൾ 50 സിഗരറ്റ് വലിച്ചാലും പോരാ. അത് അങ്ങനെ ഒരു ദിവസം 2013 ഓഗസ്റ്റ് 30 വൈകുന്നേരം ഷാലോൺ ടെലിവിഷനിൽ ബഹുമാനപ്പെട്ട വട്ടായിൽ അച്ഛൻ്റെ അഭിഷേകാഗ്നി പരിപാടി ഞാൻ കാണുകയും ഒരു സിഗരറ്റ് കത്തിച്ച് എൻ്റെ ചുണ്ടിൽ വെക്കുകയും മറുകൈ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ ധ്യാനം തീരുന്നതിന് മുമ്പ് എൻ്റെ സിഗരറ്റ് വലി നിർത്തി തരുവാണെങ്കിൽ ഞാൻ അത് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന്. എൻ്റെ പിതാവേ, ഇത് ഭയങ്കര ഒരു വെല്ലുവിളിയല്ല, ഒരു പ്രത്യേക ഒരു സംസാരമായിൽ പോയല്ലോ അത്. അതായത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഷെയ്പ്പായി പറഞ്ഞത്. ഒരു സിഗരറ്റ് പുക വിട്ടുകൊണ്ടിരിക്കും, ഒരു ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഇത് നിന്ന് കിട്ടുവാണെങ്കിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ നിമിഷം തന്നെ ആ സിഗരറ്റ് കുറ്റി കളഞ്ഞിട്ട് അന്ന് ഞാൻ പുകവലി നിർത്തി. 4.5 വർഷമായി. ഇപ്പോൾ സെക്കൻഡിൽ പുകവലി നിർത്തി. ആ പ്രാർത്ഥന ആ സെക്കൻഡിൽ ദൈവം കേട്ടു. അപ്പൊ തന്നെ ഉള്ളിൽ നിന്ന് ഒരു വിടുതൽ കിട്ടി, ഡെലിവറൻസ് കിട്ടി. അപ്പൊ തന്നെ പറഞ്ഞു, എനിക്ക് എന്തിനേ പോയെന്ന് പറഞ്ഞ് കളഞ്ഞു. പിന്നെ ഇതുവരെ വലിച്ചിട്ടില്ല. ആ ഒരൊറ്റ ഏറ് എന്നേക്ക് വളരെയാറായി. ദൈവമേ, ചേട്ടായുടെ പേരൊന്നും കൂടെ പറഞ്ഞേ. പേര് പറ. തങ്കച്ചൻ. വായാട്ടുപറമ്പ് ഫൊറോന. സംശയമുള്ളവരെങ്കിൽ നേരെ ആ ഫൊറോനയ്ക്ക് വെച്ച് പിടിക്കുക. എന്നിട്ട് അവിടെ പോയി തമ്പടിച്ച് നിന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്തി തെളിവെല്ലാം എടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. ചേട്ടന്റെ കുടുംബാംഗങ്ങളെ കുറച്ച് പേര് ഇതിനകത്തിരിപ്പുണ്ട്. ഭാര്യയും കുടുംബാംഗങ്ങളെല്ലാം ഇതിനകത്തിരിപ്പുണ്ട്. അവരെല്ലാം അത് കേട്ടോണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സർവ്വസാക്ഷികളുടെ ഫൊറോനക്കാർ കുറേ പേര് ഇവിടെ ഇരിപ്പുണ്ട്, ഇടവക്കാർ കുറേ പേര് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഈ തലശ്ശേരി അതിരൂപതയുടെ ഭാഗമാണ്. അത്രയും പരസ്യമായൊരു വിഷയമാണിത്. എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഈ അതിരൂപതയിലുള്ള ജനങ്ങൾ, മഹാജനങ്ങളെല്ലാം ഒന്നിച്ചു കൂടി മഹാസമ്മേളനത്തിൽ ഈ ചേട്ടൻ ഇത് ക്ലിയർ ആയിട്ട് വെളിപ്പെടുത്തി. എത്ര വർഷമായിട്ട് പഴക്കമുള്ള പുകവലിയായിരുന്നു? 30. എനിക്ക്
എനിക്ക് പട്ടം കിട്ടിയിട്ട് 30 ആയിട്ടില്ല. 28 ആയിട്ടില്ല, 25 വർഷമാണുള്ളൂ. എൻ്റെ പിതാവ് ജൂബിലിയും കഴിഞ്ഞു, പുകവലിയായിട്ടേ ഇതെല്ലാം കഴിഞ്ഞു 30 വർഷം. എന്നിട്ട് എനിക്ക് ആ പ്രാർത്ഥന രീതിയാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. പുക വലിച്ചുകൊണ്ട് പറയണേ, പറ്റുമെങ്കിൽ ഇതൊന്ന് എടുത്ത് മാറ്റിത്താ എന്നാ ഞാൻ സമ്മതിച്ചു കേട്ടോ. വായാട്ട് നമ്മുടെ ചേട്ടൻ്റെ പേര് പറഞ്ഞാൽ മതി, തങ്കച്ചൻ ചേട്ടൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾക്ക് വല്ല സന്തോഷമോ ഗുണമോ വല്ലതും തോന്നണുണ്ടോ? യെസ് 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 യെസ്. ആമേൻ ആമേൻ യേശുനാഥാ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്താ നിത്യപിതാവേ. ആമേൻ ആമേൻ യേശുനാഥാ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്താ നിത്യപിതാവേ, നിത്യപിതാവേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എഴുന്നേറ്റ് നിന്ന് ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബം ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുകയാണ്. നിങ്ങൾ സാധിക്കുന്ന എല്ലാ കുടുംബങ്ങളും ശനിയാഴ്ച തോറും ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് ഞായറാഴ്ച അഭിഷേകാഗ്നി കാണുന്ന സകല മക്കൾക്കും വേണ്ടി കാഴ്ചവെക്കണം. വിശ്വാസമില്ലാത്തവർ, യുക്തിവാദികൾ, പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ, രോഗികൾ, കുട്ടികൾ, ഓരോ വിധത്തിലുള്ള വേദനയിൽ തകരുന്ന കുടുംബങ്ങൾ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ ആത്മാക്കൾ, അന്ധകാരത്തിൽ തപ്പിത്തറന്ന ജീവിതങ്ങൾ, സർവ ജനപദങ്ങളുടെ മേലും ദൈവത്തിൻ്റെ കൃപ കരകവിഞ്ഞൊഴുകാൻ അനേകരുടെ പ്രാർത്ഥന, ലക്ഷോപലക്ഷം ആളുകളുടെ പ്രാർത്ഥന ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് അർപ്പിക്കപ്പെടണം. ഓരോ ശനിയാഴ്ചയും ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് അഭിഷേകത്തിന് കാണുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, സാധിക്കുന്ന എല്ലാവരും ഈ ഒരു വലിയ പ്രാർത്ഥനാ യജ്ഞത്തിൽ പങ്കുചേരുക. നമുക്കിപ്പോൾ 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഈ സമയം ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിൽ നിന്ന് ഉപവാസത്തോടും വലിയ പരിഹാര പ്രവർത്തനങ്ങളോടും കൂടെ യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന കോടാനുകോടി മക്കളിലേക്ക് ഇപ്പോൾ വലിയ അഭിഷേകം നിറയുന്നു, വലിയ സൗഖ്യങ്ങൾ വ്യാപരിക്കുന്നു, യേശുവിൻ്റെ ആത്മാവ് ഇറങ്ങി വരുന്നു. ദൈവകൃപയുടെ അത്ഭുത സന്ദർശനങ്ങൾ ഇപ്പോൾ ദൈവമക്കൾക്ക് അനുഭവപ്പെടുന്നു. ഉച്ചത്തിൽ സ്തുതിക്കുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ ആരാധിക്കുന്നു, ഉച്ചത്തിൽ സ്തുതിക്കുന്നു. യേശു തന്റെ ജീവൻ കൊടുത്ത് എന്നെ അവൻ വീണ്ടെടുത്തു, തന്റെ തന്നെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. യേശു തന്റെ ജീവൻ കൊടുത്ത് എന്നെ അവൻ വീണ്ടെടുത്തു, തന്റെ തന്നെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ സാത്താനെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോകാം. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ സാത്താനെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോകാം. സാത്താനെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോകാം. എല്ലാ ദൈവമക്കളും കരങ്ങളടിച്ച് വലിയ ഉത്സാഹത്തോടെ ഈ സമയം കർത്താവിനെ ആരാധിക്കുന്നു. യേശുവേ, എൻ്റെ രോഗങ്ങൾ ഏറ്റെടുത്തവനെ, എൻ്റെ തകർച്ചകൾ ഏറ്റെടുത്തവനെ, എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തവനെ ഞാൻ അങ്ങേ ആരാധിക്കുന്നു. യേശു തന്റെ അടിപ്പിണരാ എൻ്റെ രോഗങ്ങൾ ഏറ്റെടുത്തു, അവനേറ്റ പീഡകളാ സൗഖ്യത്തിൽ ശക്തി പകർന്നു. യേശു തന്റെ അടിപ്പിണരാ എൻ്റെ രോഗങ്ങൾ ഏറ്റെടുത്തു,
അവനേറ്റ പീഡകളാ സൗഖ്യത്തിൽ ശക്തി പകർന്നു. രോഗത്തിനെന്റെ മേൽ മരണമില്ല, ഇനി ദുരിതങ്ങളിൽ ഞാൻ പതറുകില്ല. രോഗത്തിനെന്റെ മേൽ മരണമില്ല, ഇനി ദുരിതങ്ങളിൽ ഞാൻ പതറുകില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ രോഗത്തെ ശാസിക്കുന്നു. യേശു നാമത്തിൽ വിടുതൽ വിട്ടുപോകാം. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ രോഗത്തെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാം. രോഗത്തെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാം. എന്നേക്കും വിട്ടുപോകാം. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. അഭിഷേകം കൃപ ചൊരിയണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ കർത്താവേ. തകർന്ന ആത്മാക്കൾ ഇപ്പോൾ രക്ഷ പ്രാപിക്കട്ടെ കർത്താവേ. പാപത്തിന്റെ ബന്ധനത്തിരിക്കുന്ന ആത്മാക്കൾ വിടുതൽ പ്രാപിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ക്ഷീണങ്ങൾ വിട്ടുമാറട്ടെ, രോഗങ്ങൾ വിട്ടുമാറട്ടെ, അന്ധകാര ശക്തികൾ തകരട്ടെ, അത്ഭുത വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കസേരകളിലേക്ക് ഇരിക്കുക, എല്ലാവരും ഇരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് യേശു നൽകുന്ന സൗഖ്യത്തിൽ ഇടർച്ചയോ. യേശു മനസ്സലിവുള്ള കർത്താവാണ്. അവിടുന്ന് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വിടുതലും സൗഖ്യങ്ങളും തൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ വർഷിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 42 വരെ തിരുലിഖിതങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അവനോട് അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്ന എല്ലാ കുഷ്ഠരോഗികളെയും യേശു സുഖപ്പെടുത്തിയിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? യേശുവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന എല്ലാ രോഗികളെയും യേശു സുഖപ്പെടുത്തി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ചിന്തകളും ദൈവത്തിൻ്റെ വഴികളും അറിയാൻ വേണ്ടി ഞാൻ നിങ്ങൾ എളിമപ്പെടണം. എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ അഹങ്കാരം കട്ടപിടിച്ചാൽ അവിടെ ദൈവത്തിൻ്റെ പ്രവർത്തനം നമുക്ക് ലഭ്യമല്ല. കൊരിന്ത്യർ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 14-ാം തിരുലിഖിത പ്രകാരം പഠിപ്പിക്കുന്നു, ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അത് ഗ്രഹിക്കാനും അവന് സാധ്യമല്ല. ദൈവത്തിൻ്റെ ദാനങ്ങൾ ലൗകിക മനുഷ്യന് സ്വീകരിപ്പാൻ സാധ്യമല്ല. കാരണം അവൻ ദൈവത്തിൻ്റെ ചിന്തകളെയും ദൈവത്തിൻ്റെ വഴികളെയും അംഗീകരിക്കുന്നില്ല. യെശയ്യായുടെ പുസ്തകത്തിൽ 55-ാം അധ്യായത്തിൽ 9-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ ചിന്തകളും എൻ്റെ വഴികളും
നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. ഇന്ന് കരിസ്മാറ്റിക് ശുശ്രൂഷകളിൽ അല്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അവിടുന്ന് വിളിച്ച ശുശ്രൂഷകർ ദൈവവചന ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും പരിശുദ്ധാത്മ അഭിഷേകങ്ങളും കർത്താവ് കരുണ തോന്നി ലോകത്തിലേക്ക് വർഷിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കർത്താവ് ഈ ലോകത്തിലെ എളിയ മക്കളോട് കാണിക്കുന്ന ഒരു കരുണയായി ഞാൻ നിങ്ങൾ തിരിച്ചറിയണം. അത് അവിടെ ശുശ്രൂഷ ചെയ്യുന്ന, വചനം പ്രഘോഷിക്കുന്ന ശുശ്രൂഷകരുടെ എന്തെങ്കിലും വ്യക്തിപരമായ ഒരു ഇടപെടലോ വ്യക്തിപരമായ ഒരു ടെക്നിക്കോ വ്യക്തിപരമായ ഒരു അഭ്യാസമോ ആയി തെറ്റിദ്ധരിക്കരുത്. ദൈവത്തിൻ്റെ സഭ ഇത് വളരെ വ്യക്തമായി അംഗീകരിക്കുകയും സർവ്വ ദൈവമക്കൾക്കും അതിനെക്കുറിച്ച് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. കർത്താവിൻ്റെ സഭ, യേശുവിൻ്റെ സഭ, യേശുവിനെയും യേശു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മാവിലൂടെ അവിടുന്ന് നമ്മിലേക്ക് വർഷിക്കുന്ന എല്ലാ സിദ്ധികളെയും അംഗീകരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഓരോ സിദ്ധികളും ദൈവത്തിൻ്റെ സഭ വളരെ വിലപ്പെട്ടതായി അംഗീകരിച്ച് അതിനെ ആദരിക്കുകയും മാനിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ യേശുവിൻ്റെ സഭയിലൊരു അംഗമാണെങ്കിൽ, നിങ്ങൾ യേശുവിനെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ യേശുവിൻ്റെ സഭയുടെ ഈ ഒരു ഉപദേശത്തെ ശ്രദ്ധിക്കണം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലാണ് കർത്താവിൻ്റെ സഭ കർത്താവിൻ്റെ മക്കൾക്ക് ഈ നിർദ്ദേശം നൽകുന്നത്. സിദ്ധികളെ സഭ എങ്ങനെ കാണുന്നു? അത് ഒരു വൈദികൻ്റെയോ വചനം പ്രഘോഷിക്കുന്ന അൽമായ ശുശ്രൂഷകൻ്റെയോ വചന ശുശ്രൂഷ വ്യാപാര സിസ്റ്റേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ദൈവരാജ്യ ശുശ്രൂഷകളിൽ വ്യാപൃതരായിരിക്കുന്ന ശുശ്രൂഷകരുടെയോ ഒരു വ്യക്തിപരമായ ഒരു മേന്മയായിട്ടല്ല സഭ അതിനെ കണക്കാക്കുന്നത്. സഭയിലെ ഒരു ശുശ്രൂഷകനും അത് സ്വന്തം മാഹാത്മ്യമായി കണക്കാക്കുകയോ അതിനെ അങ്ങനെ സമീപിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. സഭ അതിനെക്കുറിച്ച് പറയുന്നത് 799 ഖണ്ഡികയിലും 800 ഖണ്ഡികയിലും CCC കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് നമുക്ക് നിർദ്ദേശം നൽകുന്നു. 799 799 അതിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: സിദ്ധികൾ അസാധാരണമോ ലളിതമോ വിനീതമോ ആയാലും അവ പരിശുദ്ധാത്മാവിൽ നിന്നുള്ള കൃപാവരങ്ങളാണ്. സഭ അസന്നിഗ്ധമായി അതിനെ അംഗീകരിക്കുകയും അതിനെ മാനിക്കുകയും അതുള്ള ആ ശുശ്രൂഷകളെ ആദരിക്കുകയും ചെയ്യുന്നു. നമ്മിൽ ചിലർ ചിന്തിക്കുന്നത് പോലെ സഭ അതിനെ ഗൗനിക്കാതിരിക്കുകയോ അനാദരിക്കുകയോ ചെയ്യുന്നില്ല. നിങ്ങൾ സഭയുടെ ഒരു മകനോ മകളാണെങ്കിൽ, നിങ്ങൾ യേശുവിൻ്റെ സഭയെ അംഗീകരിക്കുന്ന ഒരു മകനോ മകളാണെങ്കിൽ യേശുവിൻ്റെ സഭയുടെ ഈ ഒരു മനോഭാവം ഞാനും നിങ്ങളും വെച്ച് പുലർത്തണം. സിദ്ധികൾ അസാധാരണമോ ലളിതമോ വിനീതമോ ആയാലും അവ പരിശുദ്ധാത്മാവിൽ നിന്നുള്ള കൃപാവരങ്ങളാണ്. സിദ്ധികളുടെ ഇംഗ്ലീഷ് വാക്കാണ് കാരിസംസ്. ഈച്ച് ആൻഡ് എവറി കാരിസം, കർത്താവിൻ്റെ ആത്മാവ് നൽകുന്ന ഓരോ വരദാനവും സഭ വിലപ്പെട്ടതായി എണ്ണുന്നു. ഞാൻ നിങ്ങൾ അതുപോലെ തന്നെ അംഗീകരിക്കണമെന്ന് കർത്താവിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവ പ്രത്യക്ഷമായോ പരോക്ഷമായോ സഭയിൽ ഉപകാരപ്രദമാണ്. അവ സഭയുടെ പടുത്തുയർത്തലിനും മനുഷ്യരുടെ നന്മയ്ക്കും ലോകത്തിൻ്റെ ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ളതത്രേ. അവ വഴി അനേകം ആളുകളുടെ കണ്ണുനീർ കർത്താവ് ഒപ്പിയെടുക്കുന്നു. രോഗശാന്തി വരം അത് കർത്താവ് തരുന്നൊരു വരമാണ്. അതാ വ്യക്തിയുടെ ഒരു മേന്മയോ വ്യക്തിയുടെ സ്വന്തമായൊരു അഭ്യാസമോ അല്ല. അത് കർത്താവ് അനേകം തകർന്ന ജീവിതങ്ങളുടെ കണ്ണുനീരൊപ്പാൻ സ്വർഗത്തിൽ നിന്നും നൽകുന്ന ഒരു വരമാണ്. അങ്ങനെയുള്ള അനേക ശുശ്രൂഷകർ ഈ കാലഘട്ടത്തിൽ സഭയിലുള്ളതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവ സഭയുടെ പടുത്തുയർത്തലിനും മനുഷ്യരുടെ നന്മയ്ക്കും ലോകത്തിൻ്റെ ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. ഇതുവഴി അനേകം തളർന്ന വിശ്വാസമുള്ളവർ ഉണർന്ന് ശക്തി പ്രാപിക്കുന്നു. സഭ വീണ്ടും ഊർജ്ജസ്വലയാകുന്നു.
അനേകം കണ്ണുനീരിലുള്ള ജീവിതങ്ങൾ ആ യേശുവിൻ്റെ ആശ്വാസപ്രദമായ സ്പർശനം അനുഭവിക്കുന്നു. ഇത് കാണുമ്പോൾ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് അതിനോട് ഒരു കലി തോന്നും. ഒരാളുടെ കണ്ണുനീർ നീങ്ങിപ്പോയാൽ എത്രയോ നല്ലൊരു കാര്യമാണ്. 800-ാം ഖണ്ഡിക അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: സിദ്ധികൾ സ്വീകരിക്കുന്നവരും അതുപോലെ സഭയുടെ എല്ലാ അംഗങ്ങളും അവയെ കൃതജ്ഞതാപൂർവ്വം സ്വീകരിക്കണം. വരദാന സിദ്ധികൾ കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് അവിടുന്ന് സഭയിൽ ചൊരിയുന്നു. ബൈബിളിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ്, അവിടുന്ന് തൻ്റെ ഇഷ്ടമനുസരിച്ച് വാരി വിതറി. കർത്താവ് വരദാനങ്ങൾ സഭയിൽ നൽകുന്നതിൽ ലോഭം കാണിക്കുന്നില്ല, പിശുക്ക് കാണിക്കുന്നില്ല. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവിടുന്ന് വാരി വിതറി. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവിടുന്ന് വാരി വിതറി. അതാണ് ഇന്ന് സഭയിൽ അനേക ശുശ്രൂഷകരിലൂടെ വരദാന ശുശ്രൂഷകളായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കർത്താവിൻ്റെ സഭയും അത് അംഗീകരിക്കുന്നു. ദൈവം തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വാരി വിതറുന്നു. അത് എളിയ ശുശ്രൂഷകരിൽ ലഭിക്കുന്നു. അവരെന്ത് ചെയ്യണം? അവരും സഭയിലെ മറ്റംഗങ്ങളും എല്ലാവരും എന്ത് ചെയ്യണം? ഈ സിദ്ധികളെ കൃതജ്ഞതാപൂർവം സ്വീകരിക്കണം, അംഗീകരിക്കണം, സ്വീകരിക്കണം. ഡെലിവറൻസ് പവർ, സാത്താനെ ബഹിഷ്കരിക്കുന്ന ശുശ്രൂഷ. ചിലർ കൈകൾ വെക്കുമ്പോൾ ആളുകൾ നിലത്ത് വീഴുന്നു. കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കുമ്പോൾ വലിയ വിടുതലുകൾ സംഭവിക്കുന്നു. അംഗീകരിക്കാൻ എന്താ ബുദ്ധിമുട്ട്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില ആളുകൾ കൈകൾ വെക്കുമ്പോൾ ദുഷ്ടപിശാച് അലറിക്കൊണ്ട് ഓടുന്നു. അംഗീകരിക്കാൻ എന്താ ബുദ്ധിമുട്ട്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലർ കൈകൾ വെക്കുമ്പോൾ രോഗങ്ങൾ സുഖം പ്രാപിക്കുന്നു. ചിലർ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയങ്ങളിൽ നിന്ന് അനേക നാളുകളായുള്ള വൈരാഗ്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും കെട്ടുകൾ അഴിയുന്നു. ക്ഷമയുടെ കൃപ നിറയുന്നു. മാനസാന്തരത്തിന് അഭിഷേകങ്ങൾ വ്യാപരിക്കുന്നു. മദ്യപാനം വിട്ടുപേക്ഷിക്കുന്നു. പുകവലി മാറുന്നു. കൃതജ്ഞതാപൂർവം നാം അതിനെ സ്വീകരിക്കണം. കൃതജ്ഞതാപൂർവം നാം അതിനെ അംഗീകരിക്കണം. അപ്പസ്തോലികമായ സജീവത്വത്തിനും ക്രിസ്തുവിൻ്റെ ശരീരം മുഴുവൻ്റെയും വിശുദ്ധിക്കും വേണ്ടിയുള്ള കൃപാവരത്തിൻ്റെ വിസ്മരണീയമായ സമ്പത്താണത്. ഇത് കൃപാവരത്തിന് സമ്പത്താണത്. ഇത് കൃപാവരത്തിന് സമ്പത്താണത്. ഇത് സഭയുടെ പടുത്തുയർത്തലിനും വിശ്വാസികളുടെ നന്മയ്ക്കും ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ദൈവം ചൊരിയുന്ന ദാനങ്ങളാണ്. എനിക്ക് മനസ്സിലായില്ലെങ്കിൽ അതെല്ലാം തെറ്റ്. അതെന്ത് നിലപാടാണ്? ഞാനും നിങ്ങൾ എളിമയോടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വെളിപ്പെടുത്തലുകൾക്കായി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്യണമെന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വീണ്ടും സഭ പഠിപ്പിക്കുകയാണ്, അവ വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിൽ നിന്ന് പുറപ്പെടുന്നവയും അതേ ആത്മാവിൻ്റെ യഥാർത്ഥമായ പ്രചോദനങ്ങൾക്ക് തികച്ചും അനുരൂപമായ വിധത്തിൽ, അതായത് എല്ലാ സിദ്ധികളുടെ യഥാർത്ഥ മാനദണ്ഡമായ സ്നേഹത്തിനനുസൃതമായി ഉപയോഗിക്കപ്പെടുന്നവയുമായിരിക്കണം. സഭ അതിനെ വലിയ കരുണയുടെ ഇടപെടലായിട്ടാണ് സ്വീകരിക്കുന്നത്. സ്നേഹത്തിൻ്റെയും കരുണയുടെയും ദൈവത്തിൻ്റെ ഇടപെടലാണ് ഓരോ വരദാനങ്ങളും. അപ്പോൾ പല ആളുകൾ ചിന്തിക്കുകയാണ്, ഇതാ ഇവിടെ രോഗങ്ങൾ സുഖപ്പെടുന്നു, ഇതാ ഇവിടെ പിശാചുകൾ ബഹിഷ്കരിക്കപ്പെടുന്നു, ഇതാ ഇവിടെ കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി ആശുപത്രി വേണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ മെഡിക്കൽ കോളേജൊക്കെ എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ചിലർക്ക് രോഗങ്ങൾ വരുന്നുണ്ടല്ലോ. ഒരുപാട് പേരുടെ ഉള്ളിൽ ഓരോ തരത്തിലുള്ള അവിശ്വാസ ചിന്തകൾ. ഇതിൻ്റെ പേരാണ് ദുർപീഡ, അവിശ്വാസ പീഡ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതിനെക്കുറിച്ച് ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 25, 26, 27 തിരുലിഖിതങ്ങൾ, അവിടെ ഈശോ തന്നെ ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് ഒരു പ്രതിപാദനം നൽകുന്നുണ്ട്. സെന്റ് ലൂക്ക് ചാപ്റ്റർ 4, 25-27. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം വിധവകൾ ഉണ്ടായിരുന്നു. അന്ന് 3 വർഷവും 6 മാസവും ആകാശം അടയ്ക്കപ്പെടുകയും ഭൂമിയിലെങ്ങ് രൂക്ഷമായ ക്ഷാമമുണ്ടാവുകയും ചെയ്തു. എന്നാൽ സീദോനിൽ സറപ്തായിലെ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ മറ്റാരുടെ അടുക്കലേക്കും ഏലിയ അയക്കപ്പെട്ടില്ല. ഏലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരിൽ സിറിയാക്കാരനായ നാമാനല്ലാതെ മറ്റാരും സുഖമാക്കപ്പെട്ടില്ല.
ഇത് കേട്ടപ്പോൾ സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും കോപാകുലരായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് യേശു നേരിട്ട് പഠിപ്പിച്ച സമയത്തുണ്ടായ കാര്യമാണ്. യേശു തന്നെ ഇത് പഠിപ്പിക്കുകയാണ്. എല്ലാവരെയും നടന്ന് സുഖപ്പെടുത്തി, രാജ്യം മുഴുവനും നടന്ന് സുഖപ്പെടുത്തുക എന്നുള്ളതല്ല ഒരു ദൈവരാജ്യ ശുശ്രൂഷകന്റെ ദൗത്യം. ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കുക. ദൈവത്തിന്റെ നിശ്ചയമാണ് നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. സിറിയക്കാരനായ നാമാൻ ഒറ്റ കുഷ്ഠരോഗിയാണ് അന്ന് സൗഖ്യം പ്രാപിച്ചത് ഏലീഷ പ്രവാചകന്റെ ആ ശുശ്രൂഷ സമയത്ത്. എന്നിട്ട് കർത്താവ് അത് ഉദ്ധരിച്ച് പറയുകയാണ്, ലോകത്തിന്റെ ക്രമം അനുസരിച്ച് നടക്കേണ്ടതെല്ലാം നടക്കണം. ആശുപത്രികൾ അതിൻ്റെ ധർമ്മം നിർവഹിക്കണം, മെഡിക്കൽ കോളേജ് അതിൻ്റെ ധർമ്മം നിർവഹിക്കണം. എന്നാൽ നിങ്ങളുടെ ഇടയിൽ യേശുവിനെ നാമം വിളിക്കുമ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ ശക്തി നിങ്ങളുടെ ഇടയിൽ വ്യാപരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേക രോഗികളെ സുഖപ്പെടുത്തിയ ആളാണ് അസീസി പുണ്യവാളൻ. വിശുദ്ധ ഫ്രാൻസിസ് അസീസി തൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം നടക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും വലിയ അത്ഭുതങ്ങൾ പലർക്കും പല സ്ഥലത്ത് വെച്ച് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം രോഗിയായ സമയത്ത് ചിലർ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ലയോ ഗുരോ, അങ്ങ് അനേകരെ സുഖപ്പെടുത്തി, ഇത് അങ്ങ് രോഗിയായിരിക്കുന്നു, അങ്ങ് സുഖം പ്രാപിക്കാത്തത് എന്തുകൊണ്ട്? അപ്പോൾ സുസ്മേരവദനായി പുഞ്ചിരി തൂകി അസീസി പുണ്യവാളൻ ഇങ്ങനെ പറഞ്ഞുവെന്ന് ഞാൻ വായിച്ചത് ഓർമ്മിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഇപ്പോഴെങ്കിലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനല്ല, യേശുവാണ് സുഖപ്പെടുത്തുന്നത്. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ സ്വന്തം സമ്പത്ത് എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നത് പോലെ എൻ്റെ ഇഷ്ടാനിഷ്ടം ഞാൻ ചെയ്യുന്നൊരു കാര്യമല്ല സിദ്ധികൾ, വരദാനങ്ങൾ ഉപയോഗിച്ചുള്ള ശുശ്രൂഷ. ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരം ദൈവമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴെങ്കിലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാനല്ല, ദൈവമാണ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് എല്ലാ കുടുംബങ്ങളുടെ മേലും ജ്ഞാനത്തിൻ്റെ അഭിഷേകം നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയം കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി, കർത്താവേ, എൻ്റെ എല്ലാ അഹങ്കാരത്തിൻ്റെ മേലും കൃപയില്ലാത്ത അവസ്ഥയുടെ മേലും കരുണ തോന്നണമേ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കാം, യേശുവേ, യേശുവേ. എത്രമാത്രം യേശുവിനെ സ്നേഹിക്കുന്നോ അത്രയും ഉച്ചത്തിൽ യേശുവിനെ വിളിച്ച് എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുന്നു, യേശുവേ, യേശുവേ, യേശുവേ. കൈകൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു, ഹൃദയം നുറുങ്ങി, യേശുവേ, 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 യേശുവേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നിയയക്കണമേ. ആത്മാവേ, എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നിൽ